ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ദിവസമല്ല, കുറച്ച് ദിവസമായിട്ടുണ്ട്. ആ വീഡിയോയുടെ ഒരു ബാക്കിയായിട്ട് വരുന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് നോർമലി പൊതുവേ വൈബായിട്ടുള്ളൊരു സിറ്റിയാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഫെസ്റ്റിവൽ സീസണുകളിൽ പൊതുവേ ഭയങ്കര വൈബാണ് കാണാനായിട്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടും. പിന്നെ ഒരുപാട് ഈ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിറ്റിക്കകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു നമ്മൾ. അതിനുശേഷം നമ്മൾ ഒരു ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിലിം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസമൊന്നും ടിക്കറ്റേ കിട്ടുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തത് കൊണ്ട് കയറി കാണാൻ പറ്റി. നല്ല തിരക്കായിരുന്നു. നല്ല മൂവിയാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ പൊതുവേ നമ്മൾ മൂവികളെല്ലാം ഒന്നും വിടാതെ തന്നെ കാണാറുണ്ട്. ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള എല്ലാ മൂവിയും കണ്ടു. എങ്കിലും പൊതുവേ ഞങ്ങൾ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാ മൂവിയും കാണണമെന്ന് താല്പര്യപ്പെടുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ആളുടെ കൂടെ കൂടിയിട്ട് ഇപ്പം ഒരു പടം പോലും വിടാണ്ട് എല്ലാ പടങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മൂവി ഞങ്ങൾ പോയി കണ്ടു. അടുത്ത് നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടും സെയിം സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുള്ള മൂവീസാണ്. അടുത്ത ദിവസം അതും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് വരുന്നത് നമ്മുടെ എം സ്റ്റുഡിയോയുടെ ഒരു ഓണം സെലിബ്രേഷൻ വരുന്നുണ്ടായിരുന്നു അടുത്ത ദിവസങ്ങളിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പ്രാക്ടീസിൻ്റെ പോയിട്ട് അടുത്ത ദിവസമായിരുന്നു സെലിബ്രേഷൻ. അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു സെലിബ്രേഷൻ്റെ അന്ന്. അപ്പോൾ ഞാനും ചേച്ചി, എൻ്റെ ദിവ്യ ചേച്ചിയാണ് റെഡ് ഡ്രസ്സ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ദിവ്യ ചേച്ചി, കുക്കു, ഞങ്ങൾ 2-3 പേരാണ് അവിടെ കളവിടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഈവനിങ് നമുക്കൊരു 2 to 8 ആണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ട് അത്തമൊക്കെ ഇട്ട് നേരത്തെ റെഡിയായി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പിന്നെ ഡെക്കറേഷൻസൊക്കെ അവിടെ പയ്യന്മാരൊക്കെ വന്ന് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ അത്തം മാത്രം ഇട്ട് കൊടുത്താൽ മതി, അത്തക്കളം മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു റെഡിയായിട്ട്. പിന്നെ എല്ലാവരോടും വരാൻ പറഞ്ഞിരുന്ന ടൈം 2 മണി 3 മണി സമയമാകുമ്പോഴത്തേക്കിന് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ആ ഒരു സമയം ആയപ്പോഴത്തേക്കിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നും നേരെ ഇടാൻ പറ്റത്തില്ല, കാര്യം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് ഒരു കാര്യങ്ങളും ഇടാൻ പറ്റില്ല. നമുക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഡാൻസ് 2-3-4 ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എടുത്ത് പ്രത്യേകമായിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു നിവൃത്തിയില്ല. എല്ലാം കോപ്പിറൈറ്റ് വരുന്ന സംഭവം ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കാര്യം ഇപ്പം നമുക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ഷോർട്സൊക്കെ ഇടുന്ന സമയത്താണെങ്കിലും പ്രശ്നമില്ലായിരുന്നു. ഷോർട്സ് ഇടുന്ന സമയത്ത് വലിയ കോപ്പിറൈറ്റ് ഇഷ്യൂ വരത്തില്ല. പക്ഷേ ഇപ്പം ഷോർട്സ് ഇട്ടാൽ പോലും നമുക്ക് കോപ്പിറൈറ്റ് വരുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അത് കാരണം ഒന്നും ഇടാൻ നിവൃത്തില്ല. അതുകൊണ്ട് എല്ലാം ഞാൻ ജസ്റ്റ് ഇതിനകത്ത് സിമ്പിളായിട്ടൊന്ന് കാണിച്ചു പോകുന്നുണ്ട്. അത്രയൊക്കെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ, അത് നിവൃത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പ്രോഗ്രാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ദിവസം. കാര്യം നമ്മളിത് 2ാമത്തെ ദിവസം ആദ്യം ഒരു ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിന് ആർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് പേർക്ക് പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വേറൊരു ദിവസം വീണ്ടും വെച്ചതാണിത്. അപ്പോൾ ആ ദിവസം അതുപോലെ അസൗകര്യമുള്ള ഓണസമയമല്ലേ, ഓരോരുത്തർക്കും ഓരോ അസൗകര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. അപ്പം ഓരോരോ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും ഉണ്ടായിരുന്നു ഈ കസേര കളിക്ക്. പക്ഷേ ഞാൻ ആദ്യമേ തന്നെ ഔട്ടായതുകൊണ്ട് തിരിച്ചുവിടാൻ വന്നിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയതുകൊണ്ട്. അപ്പം നമ്മൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് മാറി നിൽക്കും. കാര്യം എനിക്കത് മറ്റുള്ളവരെ എടുക്കാൻ ഏൽപ്പിച്ച് എത്രത്തോളം കിട്ടും എന്നുള്ളത് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എടുത്താൽ എനിക്കൊരു തൃപ്തിയാണല്ലോ. അതുകൊണ്ട് ഞാൻ പലതിൽ നിന്ന് നമ്മളെ വിളിച്ചാലും നമുക്ക് പോകാൻ പറ്റാതെ നമ്മൾ മാറി നിന്ന് വീഡിയോ എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ പലതിൽ നിന്ന് മാറി നിന്ന് നമ്മൾ ദൂരോട്ട് മാറി നിന്ന് വീഡിയോ എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിപ്പം ഓണം സെലിബ്രേഷൻ മാത്രമല്ല കേട്ടോ, എം സ്റ്റുഡിയോ 1 year സെലിബ്രേഷൻ കൂടിയായിരുന്നു. നമ്മളന്ന് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം എം സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫങ്ഷനിങ് ആയിട്ട് 1 year ആയിട്ടുണ്ട്. അപ്പം അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. 1 year ഇപ്പം 1 year ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് വർഷങ്ങൾ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ കുട്ടികളൊക്കെയാണ് അവിടുത്തെ ക്ലാസിക്കൽ ബാച്ചിലൊക്കെ ക്ലാസ്സൊക്കെ എടുക്കുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ കുറച്ച് ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. മനോജ് ഓണമായിട്ടല്ലേ, ഓണമായതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ 1 year ആയിട്ടുള്ളൂ. അതിന് ഒരുപാട് വർഷങ്ങൾ മുമ്പോട്ട് പോവേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഒരു ഹാർഡ് വർക്ക് ഉണ്ട് കേട്ടോ. അവരുടെ ഒരു മനോജിൻ്റെ ഒരു നല്ല ഹാർഡ് വർക്കാണ് ഇതിങ്ങനെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് പേര് അറിഞ്ഞും കേട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പം നല്ല രീതിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ. നമുക്കും അത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം കാര്യങ്ങൾ ഓരോരുത്തർക്ക്, പിന്നെ നമ്മൾ പിന്നെ ഒന്നിനും മാറി നിൽക്കാത്തതുകൊണ്ട് എല്ലാം ഉണ്ടല്ലോ, പാട്ട്, കൂത്ത്, ഡാൻസ് എല്ലാത്തിനും ഉണ്ട്.
അപ്പോൾ എല്ലാത്തിനും പങ്കെടുക്കും നമ്മൾ. പക്ഷേ ഇതാ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ഡയറക്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതിൽ പറ്റുന്നില്ല. പക്ഷേ അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ പലരും എടുക്കുന്ന വീഡിയോസുകളായതുകൊണ്ട് പലതിനും പല ക്വാളിറ്റിയാണ് വരുന്നത്. അപ്പം നമുക്കിതെല്ലാം സെൻഡ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കിന് പലതിനും പല ക്വാളിറ്റിയിലാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഡാൻസും കുത്തും പാട്ടും ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല ലേറ്റായി. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കിനും ലേറ്റായി. ഒരു 8-8:30 മണി ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇറങ്ങിയപ്പം. ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ മുന്നേ എത്തിയതാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ സമയമായപ്പോഴാണ് എത്തിയത്. നമ്മൾ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം എനിക്ക് അനിയൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഹൗസ് വാമിങ്ങിന് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആക്കിയില്ല, അല്ലെങ്കിൽ കുറച്ച് സമയം അവിടെ നിൽക്കായിരുന്നു. അങ്ങനെ പോയി ഹൗസ് വാമിംഗ് ഒക്കെ കൂടി ബന്ധുക്കളെയും സ്വന്തക്കാരെയൊക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ബാക്കി വീഡിയോസ് നമ്മൾ വഴിയെ ഇടുന്നതായിരിക്കും. അപ്പം അതൊക്കെ ഞാൻ അടുത്ത് തന്നെ ഒരുപാട് ലേറ്റ് ആക്കാണ്ട് തന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.